എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 5-33 വരെയുള്ള ഭാഗങ്ങളിലെ ക്രിസ്തീയ ഭാര്യാഭർത്തൃ ബന്ധം 3-ാം ഭാഗം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പരിപൂർണ ഐക്യത്തിലും സഹാനുഭൂതിയിലും അധിഷ്ഠിതമായ കീഴടങ്ങലിൻ്റേതാണ്. ഭാര്യാഭർത്തൃ ബന്ധവും ഇതുതന്നെ. ഇവിടെ അടിമപ്പെടുത്തൽ എന്നിവയ്ക്ക് സ്ഥാനമില്ല. കാരണം സഭ ക്രിസ്തുവിനെ കീഴ്പ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ കീഴടങ്ങലിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഏത് കാര്യത്തിലുമുള്ള ഇഷ്ടം ഒന്നായിരിക്കും. ഇവിടെ ഉന്നത ചിന്തയ്ക്കോ അധമ ചിന്തയ്ക്കോ സ്ഥാനമില്ല. ക്രിസ്തുവിന് സഭയിന്മേലുള്ള അധികാരം സഭയ്ക്ക് വേണ്ടി താൻ നിർവഹിച്ച സ്നേഹ ത്യാഗപ്രവർത്തനങ്ങളാണ്. ഇപ്രകാരം ക്രിസ്തു സഭയുടെ മേൽ തൻ്റെ അധികാരം സ്ഥാപിക്കുകയല്ല, സഭ ക്രിസ്തുവിന് അവൾക്ക് വേണ്ടി നിർവഹിച്ച സ്നേഹപ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവളുടെ മേലുള്ള അധികാരം സ്വയം ചുമത്തുകയാണ്. ശരിയായ ഭാര്യ-ഭർത്തൃബന്ധവും ഇതുതന്നെയാണ്. നമ്മുടെ വിവാഹ കുദാശയിൽ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും പരസ്പരം കരുതേണ്ട വിധം ഉദ്ബോധിപ്പിക്കുന്ന സമാപന പ്രബോധനം ഇതിനുദാഹരണമാണ്. പൗലോസ് ഈ സഭാശാസ്ത്രം വിശദമാക്കുന്നത് മുഴുവനും ക്രിസ്ത്യ വിവാഹം കേവലം ബാഹ്യവും ഭൗതികവുമല്ല, അതിന് രക്ഷാശാസ്ത്രപരമായ ഒരു അടിസ്ഥാനമുണ്ട് എന്ന് കാണിക്കുവാനാണ്. അത് ദൈവികമായ ഒരു ഒന്നായിത്തീരലാണ്. ആന്തരിക ഐക്യമാണ് അതിൻ്റെ മുദ്ര. അത് ദൈവിക സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതിനാൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഒന്നായിത്തീരലിലെ ദൈവിക സ്നേഹം ലോകത്തിൽ പ്രകടമാക്കുവാനുള്ള മുഖാന്തരം കൂടിയാണ്. സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ എന്ന് വിവാഹ ശുശ്രൂഷയുടെ 1-ാം ക്രമത്തിൽ പറയുന്നു. ഭാര്യാഭർത്താക്കന്മാർ ഒന്നായി തീരേണ്ടത് ക്രിസ്തുവിലാണ്. അതിന് സാധിക്കാതെ കുടുംബജീവിതത്തിൽ വിഷമിക്കുന്നുവോ? ജീവിതം മടുത്തു എന്ന് തോന്നുന്നുവോ? എന്നും കലഹവും അസമാധാനവും അനുഭവിക്കുന്നുവോ? എന്താണ് ഇതിനൊരു പരിഹാരം? സഹോദര, സഹോദരി, തോട്ടക്കാരനായ പിതാവാം ദൈവം തരുന്ന വെള്ളവും വളവും മാത്രമേ വലിച്ചെടുക്കാവൂ. നല്ല ഫലം കായ്ക്കുവാനായി പുത്രനായ കൊമ്പിൽ മാത്രമേ വസിക്കാവൂ. അങ്ങനെയായാൽ ആരാധന ശരിയാകും. ആരാധന ശരിയായാൽ ജീവിതം ശരിയാകും. എനിക്ക് കുറവൊന്നുമില്ല എന്ന് സ്വയം തോന്നുന്നുവെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട ബോധ്യം തരും. വാടിപ്പോകാതെ, ഉണങ്ങിപ്പോകാതെ, കേടാകാതെ, തിന്മയുടെ ഫലം പുറപ്പെടുവിക്കാതെ ഇരിക്കണമെങ്കിൽ അവനിൽ തന്നെ വസിക്കുക. കർത്താവ് കാര്യം സാധിപ്പിച്ചു തരും. അവിടുന്നാണ് നമ്മുടെ രക്ഷാസ്ഥാനം. ആന്തരിക ഐക്യത്തിൻ്റെ മുദ്ര അവിടുന്ന് നമ്മുടെ മേൽ പതിച്ചു തരും. അങ്ങനെ കുടുംബജീവിതത്തിൽ സുഹൃത നടപടികളാൽ മധുര പരിമളധൂപം വീശുവാൻ അവിടുന്ന് നമ്മെ യോഗ്യരാക്കും. ഓർക്കുക, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പരിപൂർണ ഐക്യത്തിലും സഹാനുഭൂതിയിലും അധിഷ്ഠിതമായ കീഴടങ്ങലിൻ്റേതാണ്. ഭാര്യാഭർത്തൃ ബന്ധവും ഇതുതന്നെ. ഇത് ദൈവിക സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതിനാൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഒന്നായിത്തീരലിലൂടെ ദൈവിക സ്നേഹം ലോകത്തിൽ പ്രകടമാക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കും. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.